തൗഫീഖ് രാജൻ, കോൺഗ്രസ് പ്രതിനിധി, എങ്ങനെ കാണുന്നു കോൺഗ്രസ് കേന്ദ്ര ബജറ്റിനെ? സംസ്ഥാനത്ത് പ്രഖ്യാപിച്ച ബജറ്റുമായിട്ടൊന്ന് താരതമ്യം കൂടി ചെയ്യാം. തൗഫീഖെ, അതിലേക്ക് വരാം. ഏതായാലും കേന്ദ്ര ബജറ്റ് ജ്യോതിയും വന്നില്ല, തീയും വന്നില്ല. കേരളത്തിൽ എയിംസുമില്ല, അതിവേഗ റെയിലുമില്ല, വിഴിഞ്ഞത്തിന് സഹായവുമില്ല, ശബരി റെയിൽപാതയ്ക്ക് സഹായവുമില്ല. ഒപ്പം തന്നെ തിരുവനന്തപുരം കോർപ്പറേഷൻ ഇന്ത്യയിൽ ഉണ്ട് എന്ന് പോലും BJPക്ക് അറിയില്ല. അത്തരത്തിലുള്ളൊരു ബഡ്ജറ്റാണ് ഇന്ന് കേന്ദ്ര ധനമന്ത്രി ശ്രീമതി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ചത്. പൂർണ്ണമായും കേരളത്തെ തഴഞ്ഞ, പൂർണ്ണമായും കേരളത്തെ അവഗണിച്ച ഒരു ബഡ്ജറ്റാണ് ഇന്ന് കേൾക്കാനായത് എന്നുള്ളത് ഏറെ നിരാശയോടുകൂടി ഈ ഘട്ടത്തിൽ പറയട്ടെ. അതായത് ഇവിടെ വളരെ കൃത്യവും വ്യക്തമായി പറയാം, ദേശീയ തലത്തിൽ സമ്പൂർണ്ണമായി നിരാശാജനകമായ ഒരു ബഡ്ജറ്റ്. സത്യത്തിൽ ഇത് പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിലാക്കി അവതരിപ്പിക്കുന്നത് എങ്ങനെയാണോ അതിന് സമാനമായ തരത്തിൽ ചില വാക്കുകളും വരികളും ഒക്കെ മാറ്റി, അതിനപ്പുറത്തേക്ക് ചില പദ്ധതിക്ക് ചില വിഹിതങ്ങളൊക്കെ വിലയിരുത്തി, അതിനപ്പുറത്തേക്ക് ഒരു പുതിയ ഇംപ്ലിമെൻറ്റും ഒരു പുതിയ പ്ലാനും അവതരിപ്പിക്കാൻ കഴിയാതെ പോയൊരു ധനമന്ത്രിയാണ്. ആ ധനമന്ത്രിയുടെ ബജറ്റാണ് ഇന്ന് കേൾക്കാനായത്. സത്യത്തിൽ ഈ യുവാക്കൾക്ക് വേണ്ടി, ഒരു യുവാവ് എന്നുള്ള നിലയിൽ ഞാൻ കൂടി അത് അഡ്രസ്സ് ചെയ്ത് മുന്നോട്ട് പോകണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അതായത് യുവാക്കൾക്ക് വേണ്ടി വാക്കുകളിലൂടെ, അങ്ങ് ഈ ബജറ്റ് കേട്ടിട്ടുണ്ടാകും അജിംഷാദ്, അതായത് ഈ യുവാക്കൾക്ക് വേണ്ടി വാക്കുകളിലൂടെ പ്രാധാന്യം നൽകി അല്ലെങ്കിൽ പരാമർശം നൽകി എന്നതിനപ്പുറത്തേക്ക്, വാക്കുകളിലൂടെയുള്ള പരാമർശത്തിനപ്പുറത്തേക്ക് അവർക്ക് വേണ്ടി ഒരു പദ്ധതികളില്ല, അവർക്ക് വിഹിതങ്ങളില്ല, ഫണ്ട് അലോക്കേഷൻ ഇല്ല എന്ന് പറയുമ്പോൾ, ബഡ്ജറ്റ് അലോക്കേഷൻ ഇല്ല എന്ന് പറയുമ്പോൾ ഇവരുടെ വാക്കുകളൊക്കെ വെറും പാഴ്വാക്കായി എന്ന് തന്നെ ഈ ഘട്ടത്തിൽ വിലയിരുത്തേണ്ട ഒരു സാഹചര്യമുണ്ട്. ഇവിടെ മിനിമം സപ്പോർട്ട് പ്രൈസ് ലീഗലൈസ് ചെയ്യണമെന്നുള്ള ആവശ്യം വളരെ കാലമായി നമ്മൾ ആവശ്യപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകുന്നൊരു സാഹചര്യമാണ്. ഈ മിനിമം സപ്പോർട്ട് പ്രൈസ് ലീഗലൈസ് ചെയ്യണമെന്നുള്ള താങ്ങുവില ലീഗലൈസ് ചെയ്യണമെന്നുള്ളത് കഴിഞ്ഞ കുറേ കാലമായി അത് നമ്മുടെ ആവശ്യമാണ്. ഈ ബജറ്റിൽ അതിനെക്കുറിച്ചൊരു പരാമർശമുള്ളതായി BJP പ്രതിനിധിക്ക് ചൂണ്ടിക്കാട്ടാൻ കഴിയോ? ഇല്ല. അതിനപ്പുറത്തേക്ക് ഈ കൃഷിക്കാരുടെ ഉത്പന്നം, ഇവിടെ ഇന്ത്യയുടെ കരുത്ത് കൃഷിക്കാരാണ്, ഇന്ത്യയുടെ ബാക്ക് എഞ്ചിൻ കൃഷിക്കാരാണ് എന്നൊക്കെ വെറും പരാമർശങ്ങൾ നടത്തിയാൽ മാത്രം പോരാ. അതിനപ്പുറത്തേക്ക് കൃഷിക്കാരുടെ ഉത്പന്നങ്ങൾക്ക്, കാർഷിക ഉത്പന്നങ്ങൾക്ക് വിലയുറപ്പിക്കുന്നതിനാവശ്യമായിട്ടുള്ള യാതൊരു നടപടിയും ഈ ബജറ്റിൽ ഇല്ലാതെ പോയി എന്നുള്ളത് ഏറ്റവും ഞാൻ തിരിച്ചെത്താം. ശ്രീ ജോമോൻ ചക്കാലക്കൽ, തൗഫീഖ് വരെ ഞാൻ യുവാവാണ്, യുവാക്കൾക്കൊന്നും ഇല്ലെന്ന് പറയുന്നു. ജോമോൻ ഒരു യുവാവാണ്, കേരളത്തിന്റെ അതായത് കണക്കുണ്ട്. അതായത് ബഹുമാനപ്പെട്ട സമ്പത്ത് എംപി അടക്കം ഇരിപ്പുണ്ട്. അതായത് രണ്ടുപേരിൽ ഒരാൾ യുവാക്കളാണ്. അത്തരത്തിൽ രണ്ടുപേരിൽ ഒരാൾ, യുവാക്കളായ രണ്ടുപേരിൽ ഒരാൾക്ക് തൊഴിലില്ലാത്ത അവസ്ഥ ഇന്ത്യ രാജ്യത്തുണ്ട് എന്ന് പറയുന്നു. അത്തരത്തിൽ യുവാക്കളാണ്. ഇവിടെ പോലും നീതിയുണ്ട്. എന്തുകൊണ്ട് BJP കേന്ദ്ര ഗവൺമെന്റ് അത്തരത്തിലുള്ള ഒരു ഇടപെടൽ നടത്തിയില്ല, ഒരു പ്രഖ്യാപനം നടത്തിയില്ല? ജോമോൻ ചക്കാലക്കൽ ഒരു BJP-കാരനായിക്കൊള്ളൂ, BJP-യുടെ രാഷ്ട്രീയം പറഞ്ഞോളൂ. പക്ഷേ ഈ ബജറ്റിൽ ഒരു കേരളീയനാണ്, കേരളത്തിലിരിക്കുന്ന BJP-കാരനാണ് എന്ന രീതിയിൽ താങ്കളൊന്ന് വിലയിരുത്തുക. സമ്പത്തൊക്കെ കൃത്യമായി അതിനെ വിവരിച്ചു. തൗഫീഖ് രാജനും നോക്കൂ, ഇതിൽ കൃത്യമായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുമ്പോൾ ഈ കർഷകർക്കും വിദ്യാർത്ഥികൾക്കും AI പോർട്ടൽ സംവിധാനം കേരളത്തെയാണ് ഏറ്റവും കൂടുതൽ സഹായിക്കുക. അതിനെക്കുറിച്ച് കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കുക. അല്ല, ഞാൻ പറയുന്നത് കേൾക്കൂ. നമ്മൾ ഈ പറയുമ്പോൾ പ്രായോഗികമായ ഒരു ബജറ്റ് എന്താ, ഇപ്പൊ കഴിഞ്ഞ ദിവസം കേരളത്തിലെ ബജറ്റ് നമ്മൾ കണ്ടല്ലോ. 4 മാസത്തിന് വേണ്ടി ഒരു ബജറ്റ് പ്രഖ്യാപിച്ചിരിക്കുന്നത് നമ്മൾ കണ്ടല്ലോ. വായിച്ചാലും തീരില്ല. അങ്ങനെ പ്രഖ്യാപിക്കാനാണ് ആർക്കും കഴിയുമല്ലോ തൗഫീഖെ. അങ്ങനെ പ്രഖ്യാപിച്ചിട്ട് കാര്യമില്ലല്ലോ. പ്രഖ്യാപിക്കുന്നത് നടത്തുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇത് അധികം ദൈർഘ്യമുള്ള ഇരുന്നത്. ഞാൻ പറഞ്ഞത് പ്രഖ്യാപിക്കാനാണ് ആർക്കും കഴിയും. ആ പ്രഖ്യാപനം എന്താണ് ഈ സംസ്ഥാന ബജറ്റ്? യുവാക്കൾക്ക് വേണ്ടി എന്ത് പദ്ധതി, അതിനുവേണ്ടി എന്ത് ബഡ്ജറ്റ് വകയിരുത്തിയിട്ടുണ്ടോ, തുക വകയിരുത്തിയിട്ടുണ്ടെങ്കിൽ എത്ര രൂപ വകയിരുത്തി? വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. ശരി, ജോമോൻ ചക്കാലക്കൽ പറയൂ. ഞാൻ അങ്ങനെയാണെങ്കിൽ അത് ഞാൻ കൃത്യമായിട്ട് വായിക്കാം. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, MSME സെക്ടറിന് വേണ്ടി 10,000 കോടി രൂപ മാറ്റിവെച്ചിട്ടുണ്ട്. ഈ MSME സെക്ടർ മെയിനായിട്ട് ആർക്കാ? MSME സെക്ടർ മുഴുവൻ യുവാക്കളാണ് ഉപയോഗിക്കുന്നത്. ഈ MSME യുവാക്കളാണ് അതിൻ്റെ കൂടുതൽ പണം ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് MSME സെക്ടറിന് വേണ്ടി ഉപയോഗിച്ച പണമൊക്കെ മലയാളികളാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. കൃത്യമായിട്ട് നിങ്ങൾ ബാങ്കുകൾ വഴിയൊക്കെ ആ കാര്യങ്ങൾ നിങ്ങൾ പരിശോധിച്ചാൽ അറിയാം. ഇതിൻ്റെ കൂടുതൽ ഉപയോക്താക്കളും മലയാളികളാണ്. അല്ല, എന്താ സമ്പത്ത് എംപിക്ക് MSME പ്രോജക്റ്റുമായിട്ട് പോയിക്കൂടെ?
യുവാക്കൾക്ക് മാത്രമേ പോകാവൂ. ഞാൻ ചോദിച്ചതിൽ നിന്ന് ഉരുണ്ട് മറിയാതെ ജോമോൻ ചക്കാലക്കൽ, യുവാക്കൾക്ക് മാത്രമായി ഏതൊക്കെ തരത്തിലുള്ള പദ്ധതികൾ, പദ്ധതി വിഹിതം, അതിന്റെ മാറ്റിയിരിപ്പ്, നീക്കിവെപ്പ് ഉണ്ട്? സ്പഷ്ടമായി പറയൂ എണ്ണി. അല്ല, ഞാൻ പറയാം, ഞാൻ ഒരു മിനിറ്റ്. അങ്ങനെയല്ല, എൻ്റെ MSME എന്തുകൊണ്ട് നിങ്ങൾ 10,000 കോടി രൂപ എന്താ കുറവാണോ? അത് യുവാക്കളാണെന്ന് ഉപയോഗിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ പഴയ പദ്ധതികളൊന്നും മാറ്റി വെച്ചിട്ടില്ല. ഇവിടെ മുദ്രാ ലോണ്, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഇപ്പോഴും ഉണ്ട്. ഒന്നും എടുത്തു മാറ്റി. തൊഴിലുറപ്പ് പദ്ധതിക്ക് കുറച്ചത് 30,000 കോടി, 90,000 കോടിയിൽ 40-60 അനുപാതമാണ് പറഞ്ഞതെങ്കിൽ അതിൽ നിന്നും വീണ്ടും കുറവ് നിങ്ങൾ പ്രഖ്യാപിച്ചു. റാംജി റാം ഒക്കെ ആയി പ്രഖ്യാപിച്ചുവെങ്കിലും അതിലും കുറവ് 30,000 കോടിയാണ് മാറ്റിവെച്ചത്. ഇനി ജൽ ജീവൻ മിഷൻ, ഈ ജൽ ജീവൻ മിഷനിൽ 67,000 കോടി കഴിഞ്ഞ തവണ പ്രഖ്യാപിച്ചതിൽ അല്ലല്ല ജോമോൻ ചക്കാലക്കലെ, കഴിഞ്ഞ തവണ 67,000 കോടി പ്രഖ്യാപിച്ചെങ്കിൽ അതിൽ നടപ്പിലാക്കിയത് 17,000 കോടി. ഇപ്പോൾ അതിനും വീണ്ടും കുറവ് വരുത്തിയിരിക്കുകയാണ് ജൽജീവൻ മിഷനുമായി ബന്ധപ്പെട്ട്. നിങ്ങളിത് വലിയതായിട്ട് പറയുന്ന കാര്യങ്ങളാണ്. പിന്നീട് ഈ ചോദിച്ച അതിവേഗ റെയിലുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളുടെ സാധ്യത ഉപയോഗിക്കാതെ നഗരങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള കോറിഡോറിൽ, എന്താണ് യാത്രാ കോറിഡോറിൽ ഒരു തരത്തിലുമുള്ള കോറിഡോറിൽ തിരുവനന്തപുരമില്ല, കൊച്ചിയില്ല, കോഴിക്കോടില്ല. പിന്നെ എങ്ങനെയാണ് നഗരത്തെ ബന്ധിപ്പിക്കുന്നത്? ഇതൊക്കെയാണ് സമ്പത്ത് എംപിയും ചോദിച്ചത്. അതിന് ഉത്തരം പറയൂ. കേരളത്തിന്റെ ഒരു പാരിസ്ഥിതിക നോക്കൂ, ഞാൻ പറയാം, കേരളത്തിന്റെ ഒരു പാരിസ്ഥിതിക സ്ഥിതിവിശേഷം വെച്ചുകൊണ്ടാണ് നമ്മൾ ഇവിടെ ചില കാര്യങ്ങൾ നടക്കില്ല എന്ന് പറഞ്ഞ് അതിന്റെ ഹൈദരാബാദിനും വാരാണസിക്കും ആകാം, ഹൈദരാബാദിനും ചെന്നൈക്കും ആകാം. ഇവിടെ എന്താ മാത്രം ഒരു പാരിസ്ഥിതിക പ്രശ്നം? പിന്നെന്തിനാണ് നിങ്ങളുടെ പഴയ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്തിനാണ് ഈ റെയിൽ അംഗീകരിച്ചു എന്ന് പറഞ്ഞ് ഇവിടെ പ്രചരണം നടത്തിയത് അദ്ദേഹത്തിന്റെ പേരിൽ? 2018 മുതൽ ഇങ്ങോട്ട് കേരളത്തിന്റെ കാലാവസ്ഥ എടുത്തു നോക്കൂ. കേരളത്തിൽ സംഭവിക്കുന്ന എന്താ? കേരളത്തിന്റെ കാലാവസ്ഥ തന്നെ മാറിയില്ലേ? കേരളത്തിൽ ഇനി നിങ്ങൾ വിചാരിക്കുന്ന പോലെയുള്ള റെയിൽവേ പദ്ധതികളൊന്നും യാഥാർത്ഥ്യമല്ല. അതുകൊണ്ടാണ് യാഥാർത്ഥ്യമാകുന്ന പദ്ധതിയുമായി വാരാണസിയിൽ വെള്ളം പൊങ്ങിയതോ? അയോധ്യയിലടക്കം വെള്ളം പൊങ്ങിയില്ലേ? എന്നിട്ട് അവിടെ നിന്നുള്ള പ്രോജക്റ്റുകൾക്ക് കുറവില്ലല്ലോ. കേരളം മാത്രം മഴ വന്ന് താങ്കളുടെ പോയിന്റ് എന്താണ്? സമ്പത്ത് 24 മണിക്കൂർ മഴ പെയ്താൽ വെള്ളപ്പൊക്കം ഉണ്ടാകുന്ന സംസ്ഥാനമായി കേരളം മാറിയിരിക്കുകയാണ്. കേരളം മാറിയിരിക്കുകയാണ്. 2018 ഒരു പ്രളയം ഉണ്ടായെന്നുള്ളതല്ലാതെ ഇവിടെ അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. ഏറ്റവും നല്ല കാലാവസ്ഥയും പരിസ്ഥിതിക ഗുണപരമായ സ്ഥലം കേരളമാണ്. അങ്ങനെ ഞാൻ പറഞ്ഞ വാരാണസി പറഞ്ഞല്ലോ, അയോധ്യ പറഞ്ഞല്ലോ. എത്ര ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളാണ് താങ്കൾ കൈ ഉയർത്തി പറയൂ. ഇപ്പോൾ ഞാൻ പറയുന്നത് രാഷ്ട്രീയമാണ്, തനി രാഷ്ട്രീയം മാത്രമാണ് എന്ന് BJP വിലയിരുത്തിക്കോട്ടെ, BJP വക്താവ് വിലയിരുത്തിക്കോട്ടെ. വയനാട്ടിൽ പ്രകൃതി ദുരന്തം ഉണ്ടായി. ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി വന്നു, പിഞ്ചു കുട്ടിയെ ചേർത്ത് പിടിച്ചു, ലക്ഷക്കണക്കിന് ആളുകൾ നമ്മളെല്ലാം കണ്ടു. അക്കാര്യത്തിൽ നമ്മൾ വലിയ പ്രതീക്ഷയെല്ലാം വെച്ചു പുലർത്തി. അങ്ങനെ പ്രതീക്ഷയെല്ലാം വെച്ചു പുലർത്തുമ്പോഴും വേദപുസ്തകത്തിലൊരു വാചകമുണ്ട്, നസ്രയത്തിൽ നിന്ന് നന്മ പ്രതീക്ഷിക്കേണ്ടതില്ല എന്ന്. ഒരു നയ പൈസയുടെ സഹായവും നൽകിയില്ല എന്നുള്ളത് മാത്രമല്ല, കടമായി നൽകുകയും ആ കടം ഇത്രാം തീയതിക്ക് മുമ്പ് തന്നെ നിങ്ങളിതെല്ലാം കൃത്യമായി ചെലവഴിച്ചു കൊള്ളണമെന്ന് പറയുകയും ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി തന്നെ ഇവിടെ ഇവരുടെ വായ്പ എഴുതിത്തള്ളുന്നതുമായി ബന്ധപ്പെട്ട് നിരവധി തവണ ശാസിച്ചിട്ട് പോലും അനങ്ങാപ്പാറ നയത്തിൽ കുംഭകർണൻ ഉറങ്ങിയാലും 6 മാസത്തിനപ്പുറം ഉറങ്ങാറില്ല, പക്ഷേ ഇവിടെ കുംഭകർണൻ ഒരിക്കലും ഉറക്കം എഴുന്നേൽക്കില്ല എന്ന് ശാഠ്യം പിടിക്കുന്ന നിലയിലേക്ക് വന്നു. ആ വായ്പ മുഴുവനും കേരള സർക്കാർ ഏറ്റെടുക്കുന്ന സ്ഥിതിയിലേക്ക് ഈ ബഡ്ജറ്റ് എല്ലാം ആക്ഷേപിക്കുമ്പോഴും ആ വായ്പ ആ പാവപ്പെട്ട ആളുകൾ തിരിച്ചടയ്ക്കേണ്ട. ഈ കേരളത്തിന് പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടായപ്പോൾ വിദേശത്തു നിന്നടക്കം മലയാളികളും മലയാളികളല്ലാത്തവരും അവരുടേതായ നല്ല കാരുണ്യം, അവരുടെ മനുഷ്യസ്നേഹത്തിൻ്റെ ഭാഗമായി അവർ കേരളത്തിന് നൽകാനായി തയ്യാറായി മുന്നോട്ട് വന്നപ്പോൾ അത് പുറങ്കാല് കൊണ്ട് തട്ടിത്തെറിപ്പിച്ച ഏറ്റവും ക്രൂരനായ ഭരണാധികാരികളിൽ ഒരാൾ എന്ന് അത്തരത്തിൽ ഒരാൾ അങ്ങനെ ഖ്യാതി നേടുന്നുവെങ്കിൽ അത് അവർക്ക് തന്നെ അർഹതപ്പെട്ടതായിട്ടുള്ള കാര്യം. മഹാരാഷ്ട്രയ്ക്ക് പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടായപ്പോൾ ഇതിനൊന്നും ബാധകമല്ല. ഗുജറാത്തിന് തന്നെ
ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന ശ്രീ അടൽ ബിഹാരി വാജ്പേയി തന്നെ വിദേശ രാഷ്ട്രങ്ങളോടൊക്കെ നിയമപരമായി മറ്റൊരു രാജ്യത്തിന് കൊടുക്കാൻ കേരളത്തോട് ഫണ്ട് മാത്രമല്ലേ കാണിക്കുന്നത് പറഞ്ഞിട്ടുള്ളൂ, സാർ. അവഗണനയല്ല, കേരളത്തോട് കാണിക്കുന്നത് അവഹേളനമാണ്, കേരളത്തോട് കാണിക്കുന്നത് നിന്ദയാണ്. നൊന്തുപെറ്റ മാതാവിൻ്റെ ഗർഭപാത്രം മലീമസമാക്കുന്നതിനേക്കാൾ ക്രൂരതയോടുകൂടിയാണ് കേരളത്തിലെ BJP-ക്കാർ ഈ സ്വന്തം മാതൃഭൂമിയോട്, പിറന്ന നാടിനോട് പെരുമാറുന്നത് എന്ന് പറയുന്നതിൽ എനിക്ക് വേദനയുണ്ട്. തീർച്ചയായും അതാണ് സമഗ്രമാണ് അദ്ദേഹത്തിൻ്റെ രോഷവും രാഷ്ട്രീയവും വസ്തുതയും യാഥാർത്ഥ്യവും എല്ലാം പ്രതിഫലിച്ചതാണ്.